ലെറ്റ്സ് മേക്ക് ഇഫ്താർ സ്നാക്ക്. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത്, ഞാനൊരു 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും ഇട്ട് വേവിക്കുകയാണ്, നന്നായിട്ട് കുക്ക് ചെയ്യാണ്. പിന്നെ വേണ്ടത് ഒരു ഒണിയനാണ്, അതും ഒരു 3 ഗാർലിക്കും ചോപ്പറിലിട്ട് ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത്, ഞാനിവിടെ ഒരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 3 ബ്രെഡും കുറച്ച് വെള്ളവും എടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു സോഫ്റ്റ് ആവുന്ന വരെ നന്നായിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെ വേവിച്ച പൊട്ടറ്റോ ചൂടോടുക്കുക തന്നെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ചൂടോട് തന്നെ നമുക്കൊന്ന് ഉടച്ചെടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും ഗാർലിക്കും ആഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ പെപ്പർ, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും എടുക്കാം. പിന്നെ കൊറിയാൻഡർ ലീഫും ഇട്ടിട്ട് നന്നായിട്ട് ഒരു നല്ല ഡോ പരുവത്തിലായിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, പരത്തിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു കട്ട്ലേറ്റ് രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിവിടെ എൻ്റെ കയ്യിൽ മൊസറല്ല ചീസ് ഇല്ല, മൊസറല്ലയോ ചെഡാറോ ഏതെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സ്ലൈസ് ചീസാണ് യൂസ് ചെയ്ത് അതും വെച്ച് നമ്മുടെ സാധാ ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഷേപ്പാണ് യൂസ് ചെയ്യാം. അത് ഞാൻ നമ്മൾ സ്ഥിരം പരിപാടി മുട്ടയിൽ കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ചെയ്ത് എടുക്കാം. ഞാനിവിടെ ഓയിലല്ല കേട്ടോ ഫ്രൈ ചെയ്യുന്നത്, ഞാൻ ഇവിടെ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വേസിലും ചെയ്യാം, എയർ ഫ്രയറിലും ചെയ്യാം, ഇതിലും ചെയ്യാം, ഓയിലും ചെയ്യാം, ഡീപ് ഫ്രൈയും ചെയ്യാം, ഷാലോ ഫ്രൈയും ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് കട്ട്ലേറ്റ് വെച്ചിട്ട് ഒരു 180 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റ്സ് ആണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ, സിമ്പിൾ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്യൂ.